പിണറായി വിജയൻ ചരിത്രപുരുഷനാകും എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അഴിമതി കൂടുതൽ കാണിച്ചല്ല, മറിച്ച് മൂന്നാമതും ഭരണം നിലനിർത്തി ചരിത്രത്തിൽ ഇടം നേടുക എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ ആഗ്രഹം. അടുത്ത കാലത്ത് നടന്ന CPMൻ്റെ പാർട്ടി കോൺഗ്രസും തുടർഭരണം നേടും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അടുത്ത കാലത്ത് ചാർജ് എടുത്ത CPMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും ഇതുതന്നെ പറയുന്നു. കേരളത്തിൻ്റെ CPM പാർട്ടി സെക്രട്ടറി ഇതുതന്നെ പറയുന്നു. മുഖ്യമന്ത്രിയുടെ മകളും ഇതുതന്നെ ആഗ്രഹിക്കുന്നു. ഈ ഭരണം ഇതേപോലെ പോകുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പങ്ങൾ നിരവധിയാണ്. ഒന്നാമത്തെ കുഴപ്പമെന്ന് പറയുന്നത് താൽക്കാലിക നിയമനങ്ങളായിട്ട് ബന്ധു നിയമനങ്ങൾ കുറേയധികം നടത്തി ഇവിടുത്തെ യുവജനങ്ങൾക്ക് PSC മുഖാന്തരം കിട്ടേണ്ട നിയമനങ്ങൾ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് കേരളത്തിലെ യുവജനങ്ങളോട് ചെയ്യുന്ന ഒരു വലിയ അനീതിയാണ്. അപ്പോൾ പാർട്ടിയോട് കൂറ് അല്ലെ പണം നൽകുക എന്നീ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നൂറുകണക്കിന് ആളുകളെ പല പല സ്ഥാപനങ്ങളിൽ നിയമിച്ചിരിക്കുന്നു. ഇങ്ങനെ നിയമനം കിട്ടുന്ന മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ. അപ്പോൾ ഭരണം തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ എപ്പോഴും അവരെ നിയമിച്ചവരുടെ ഒരു കാര്യങ്ങൾ നോക്കുക എന്നുള്ള ഉദ്ദേശത്തിലാവും. ഈ നിയമനം ലഭിച്ചവർ തീർച്ചയായിട്ടും ഇങ്ങനൊരു ഭരണം മാറരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ ആരൊക്കെയുണ്ട് ഭരണം മാറരുതെന്ന് ആഗ്രഹിക്കുന്നത്? ഈ ന്യായീകരണ തൊഴിലെടുത്ത് ജീവിക്കുന്നവരുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയെക്കെതിരെ അല്ലെങ്കിൽ ഭരണത്തിനെതിരെ ഏതെങ്കിലും വസ്തുതാപരമായ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും വെട്ടുകിളികളെ പോലെ വന്ന് അതിനെ ആക്രമിക്കുന്ന, പറഞ്ഞ ആളെ മെസ്സഞ്ചറിനെ ആക്രമിക്കുന്ന ആൾക്കാരെയാണ് കുറേയധികം പേര് അങ്ങനെ തൊഴിലെടുക്കുന്നുണ്ട്. അടുത്ത കാലത്ത് പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ് കുറേ ശമ്പളം കൊടുത്ത് ഇങ്ങനത്തെ പണിക്ക് വേണ്ടി ആളുകളെ നിർത്തും എന്നുള്ളത്. പിന്നെ നമ്മളുടെ മണ്ണ് മാഫിയ എന്ന് പറയുന്ന ഒരു സപ്ലൈ ചെയിനുണ്ട്. മണ്ണിൻ്റെ കുന്നിടിച്ച് അത് ട്രാൻസ്പോർട്ട് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി നികത്തി അല്ലെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ട്, അപ്പോൾ മണ്ണിൻ്റെ ഒരു വലിയൊരു സപ്ലൈ ചെയിനിലുള്ളവർ അവർക്ക് ഈ ഭരണം മാറുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ ഈ വിരമിച്ച ശേഷം താൽക്കാലിക അടിസ്ഥാനത്തിൽ വർഷങ്ങളോളം നിയമനം ലഭിച്ചിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് കോൺട്രാക്ട് റൂൾസ് ഒന്നും ബാധകമല്ല. അവർക്ക് എന്ത് തോന്നിയാസവും കാണിക്കാം. കാരണം അവരൊരു സർവീസിലാണെങ്കിൽ കോൺട്രാക്ട് റൂൾസ് ഉണ്ട്. അത് കഴിഞ്ഞ് വിരമിച്ചു കഴിഞ്ഞാൽ പിന്നെ കോൺട്രാക്ട് റൂൾസ് ഇല്ലല്ലോ. എന്ത് കാര്യം ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് വിരമിച്ചവരെ ഇപ്പോഴത്തെ ഭരണം കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാരണം അവരെ കൊണ്ട് എന്ത് കാര്യം ചെയ്യിക്കാം. അവർക്കൊരു ഗുഡ് കോണ്ടക്റ്റിൻ്റെ ആവശ്യമില്ല. എല്ലാം മിസ്കോണ്ടക്റ്റ് ആയാലും കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ട് അവർക്കും ഭരണം നിലനിന്നില്ലെങ്കിൽ വലിയ പ്രശ്നമുണ്ടാകാം. പിന്നെ നമ്മളുടെ കള്ളക്കടത്ത് ഏറ്റവും നൂതനമായ മാർഗങ്ങളിൽ കൂടി നടക്കുന്ന സംസ്ഥാനമാണ് ഇത്, സ്വർണ്ണക്കള്ളക്കടത്ത്. അവർക്ക് ഈ ഭരണം നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ലഹരി കടത്തുകാരും ഉപയോഗിക്കുന്നവർക്കും ഒക്കെ വിതരണക്കാർക്കും ഒക്കെ ഈ ഭരണം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ ഭരണം നിലനിർത്തേണ്ട കുറേയധികം ആളുകളുള്ളതിൽ ഏറ്റവും പ്രധാന ഒരു കക്ഷിയാണ് കരാറുകാർ. നമ്മുടെ കിഫ്ബിയുടെ കരാറുകൾ എടുത്തവരും അതുപോലെ മറ്റ് മരാമത്ത് കരാറുകൾ, വാട്ടർ സപ്ലൈയുടെ കരാറുകൾ സപ്ലൈ ചെയ്യുന്നവർ, ഇങ്ങനത്തെ കരാറുകാർക്ക് ഒക്കെ അവരുടെ ഇപ്പോഴത്തെ ചാകര നിലനിർത്തണമെങ്കിൽ ഈ ഭരണം മുന്നോട്ട്, അതായത് തുടർഭരണം വേണം. അങ്ങനെ തുടർഭരണം വേണ്ടവർ നിരവധിയാണ്. അപ്പോൾ ഇങ്ങനെ തുടർഭരണം വന്നാൽ കുറേയധികം ആളുകൾക്ക് തുടർഭരണം വരണമെന്ന് ആഗ്രഹമുണ്ട്. ഈ CPMന് പിരിവ് കുറേയധികം കൊടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയവരുണ്ട്. അങ്ങനെ കുറേയധികം ആളുകളുണ്ട്. അവർക്കൊക്കെ തുടർഭരണം വേണം. പിണറായി വിജയന് വേണം, അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണം, പാർട്ടിക്ക് വേണം. ഇതൊക്കെ തുടർഭരണം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു നീണ്ട നിര കേരളത്തിലുണ്ട്. ഇനി തുടർഭരണം ഇതേപോലെ തുടർന്നാൽ കുഴപ്പമെന്താണ് എന്നുള്ളൊരു കാര്യം, അതോ ഇത് ഭരണം മാറേണ്ടതുണ്ടോ? നമ്മുടെ ഒരു സാധാരണ കേരളത്തിൻ്റെ ഭാവിക്ക്, നന്മയ്ക്ക്, നാട്ടുകാരുടെ നന്മയ്ക്കും ഒക്കെ ഈ ഭരണം ഇതുപോലെ പോകണോ അതോ മാറണോ? താൽക്കാലിക നിയമനം നടത്തി നേടിയ ആൾക്കാർ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ, ഒരു നല്ല ഭരണം വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ ഭരണത്തിലെ 10 വർഷം താൽക്കാലിക നിയമനം നേടിയവരെയൊക്കെ പറഞ്ഞു വിടും എന്ന് ഒരു ഘട്ടം വരും, നല്ലൊരു ഭരണം വന്നാൽ. അങ്ങനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ അത്രയും യുവജനങ്ങൾക്ക് PSC മുഖാന്തരം അല്ലെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സർക്കാർ ജോലിയിൽ കയറാൻ പറ്റും. അത് തീർച്ചയായിട്ടും ഭരണം മാറേണ്ടതിൻ്റെ ഒരു ആവശ്യമാണ്. എന്നാൽ മാത്രമേ യുവജനങ്ങൾക്ക് സമരം ചെയ്യാതെയും ഒക്കെ അവർക്ക് യഥാസമയങ്ങൾ കിട്ടേണ്ട ജോലികൾ അവർക്ക് സർക്കാരിലും സർക്കാർ ഇതര സ്ഥാപനങ്ങളിലുമൊക്കെ കിട്ടുകയുള്ളൂ. അതുപോലെ അക്രമം, പേടി കൂടാതെ ഇവിടെ ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥ. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ നേതാവ് K മുരളീധരൻ പറഞ്ഞൊരു വാചകമുണ്ട്, വളരെ രസകരമായൊരു കാര്യമാണ്. മാതാപിതാക്കൾ പിള്ളേരെ കൊല്ലുന്നു, പിള്ളേർ മാതാപിതാക്കളെ കൊല്ലുന്നു. ഈ അവസ്ഥ മാറണമെങ്കിൽ ഈ ഭരണം മാറണം.
അമ്മ മകനെ കൊല്ലുന്നു, മകൻ അമ്മയെ കൊല്ലുന്നു. ഇതൊക്കെ നമ്മൾ നിരന്തരം ഇവിടെയൊക്കെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അടുത്ത കാലത്ത് ഈ പിണറായി ഭരണത്തിൽ മാത്രമാണ് ഇത്രയും ഭീകരമായ അക്രമ സംഭവങ്ങൾ നമ്മളിവിടെ കേൾക്കുന്നത്. പിന്നെ ലഹരിയുടെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നായിട്ട് കേരളം മാറിയിരിക്കുന്നു. പിന്നെ നമ്മളുടെ ഇവിടുത്തെ ബോർഡുകളിലും കോർപ്പറേഷനുകളിലും ഒക്കെ ദുർഭരണം നടത്താൻ വേണ്ടി കുറേ പേരെ നോമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ നമ്മളുടെ വിദ്യാഭ്യാസ രംഗമായാലും മറ്റ് മേഖലകളിലെ ഭരണ സംവിധാനങ്ങളാണേലും ഒരു ദുർഭരണം എന്ത് എന്നുള്ളതിന് എക്സാമ്പിളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആരോഗ്യരംഗവും അതുപോലെ തന്നെ ആശുപത്രിയിൽ മരുന്നില്ല, അല്ലെങ്കിൽ രോഗിക്ക് പല പല പിഴവുകൾ പറ്റുന്നതായിട്ട് നമ്മൾ അടുത്ത കാലത്ത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു നാദിനില്ല കളരിയായിട്ട് ആരോഗ്യരംഗവും മാറിയിരിക്കുന്നു. അപ്പോൾ ഭരണം മാറേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ് എന്ന് നേരെ ചിന്തിക്കുന്ന എല്ലാ മലയാളികൾക്കും ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹം സഫലമാകാതിരിക്കാൻ വേണ്ടി ഭരണം മാറരുത് എന്ന് ആഗ്രഹിക്കുന്ന, തുടർഭരണം വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറേയധികം ശക്തരായവരും കേരളത്തിലുണ്ട്. നല്ല ഭരണം അനുഭവിക്കാൻ മലയാളിക്ക് പറ്റുമോ?